AMMയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേത മേനോൻ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ സംഘടനയ്ക്ക് ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വന്നിരിക്കുകയാണ്. ശ്വേത മേനോൻ അധ്യക്ഷയായിരിക്കുന്നു. പോളിംഗിലടക്കം കുറവ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതെങ്ങനെ റിസൾട്ടിനെ ബാധിക്കുമെന്നുള്ള ചോദ്യങ്ങളെല്ലാം അവസാന നിമിഷത്തിലുണ്ടായിരുന്നുവെങ്കിലും ശ്വേത മേനോൻ AMMയെ നയിക്കാൻ പോവുകയാണ്. ലേബി സജീന്ദ്രൻ ചേർന്നു വിശദാംശങ്ങളുമായി. ലേബി, അങ്ങനെ ഒരു സിനിമാ സംഘടനയ്ക്ക് ആദ്യമായി ഒരു വനിത നേതൃത്വം നൽകാൻ പോകുന്നു. ചരിത്രം വഴിമാറുന്നു. ശരിക്കും റോഷ്നി, ചരിത്രം വഴിമാറുകയാണ്. 3 പതിറ്റാണ്ട് നീണ്ട അമ്മയുടെ ഭരണസാരഥ്യത്തിലേക്ക് ഒരു വനിത കടന്നു വന്നിരിക്കുകയാണ്. ശ്വേത മേനോൻ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു രാവിലെ. എന്നാൽ പോളിംഗ് കുറഞ്ഞപ്പോൾ നേരിയ ആത്മവിശ്വാസക്കുറവ് തോൽക്കും എന്നുള്ള പേടിക്കപ്പുറം ഏതെങ്കിലും രീതിയിൽ വോട്ട് ചോർച്ച വന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്കയൊക്കെ വന്നിരുന്നു. ശ്വേതയ്ക്കും കുക്കുവിനൊക്കെ ഒരു ആശങ്ക വന്നിരുന്നെങ്കിലും വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ തുടക്കം മുതൽ ശ്വേത മുന്നേറുന്ന കാഴ്ചയായിരുന്നു. കുക്കു പരമേശ്വരനും അതുപോലെ തന്നെ മുന്നേറ്റമുണ്ടായി. എങ്കിലും അർജുൻ, ഇത് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പോളിംഗ് വല്ലാതെ കുറഞ്ഞു, 12% കുറഞ്ഞപ്പോൾ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ക്യാമ്പിലെല്ലാം വന്നല്ലോ. ഈ വിജയത്തെ ശരിക്കും AMM എങ്ങനെയായിരിക്കും എടുക്കുക? ലേബി, അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ കുറേ കാലമായി AMM നേരിട്ട പല ആരോപണങ്ങൾക്കും ഒരു കാലം നൽകുന്ന ഒരു മറുപടി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു വനിതാ നേതൃത്വത്തിലേക്ക് AMM പോകുന്നു. ശ്വേത മേനോൻ പ്രസിഡന്റ് ആകുന്നു. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആകുന്നു. അത്തരത്തിൽ പൂർണ്ണമായും വനിതകൾ നയിക്കുന്ന ഒരു സംഘടന, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു സിനിമാ ഒരു സംഘടനയിൽ ഇതാദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു വനിതാ നേതൃത്വം, പൂർണ്ണമായും വനിതാ നേതൃത്വം. അർജുൻ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ആരോപണം കൊണ്ടാണ് ഇത്തരം AMMയുടെ ഭരണസമിതി ഇടയ്ക്ക് വെച്ച് പിരിയേണ്ടി വന്നത്. ആരോപണം കൊണ്ടാണ്. ഈ ആരോപണത്തിനെല്ലാം ഉള്ളൊരു മറുപടി കൂടിയല്ലേ ഇത്? ശരിക്കും മോഹൻലാൽ അടക്കമുള്ളൊരു പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ വേറൊരു ആശങ്ക കൂടി ഉണ്ടായിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ശ്വേത മേനോൻ, അത് റോഷി എന്ന് ഓർക്കേണ്ട കാര്യമാണ്, ശ്വേത മേനോൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ട ദേവൻ പ്രസിഡന്റ് ആകുന്ന ഒരു ഘട്ടം വരികയായിരുന്നുവെങ്കിൽ AMMയുടെ ഒരു കെട്ടുറപ്പിനെ അത് ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായി ഉണ്ടായിരുന്നു. കാരണം മോഹൻലാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളുടെ എല്ലാം പിന്തുണ ശ്വേതയ്ക്കുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സ്ത്രീകളുടെ വോട്ട് നിർണായകമെന്നൊക്കെ ഒരു ആശങ്ക ഇടയ്ക്ക് വന്നു പോളിംഗ് കുറഞ്ഞപ്പോൾ. എങ്കിൽ പോലും ശ്വേത പരാജയപ്പെടുന്ന ഒരു ഘട്ടം വന്നാൽ ഈ മുതിർന്ന താരങ്ങളൊക്കെ പിന്മാറുമോ എന്നൊക്കെ ആശങ്ക എല്ലാം അടിസ്ഥാനരഹിതമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ശ്വേത മുന്നേറി. തുടക്കം മുതൽ ശ്വേതയ്ക്ക് തന്നെയായിരുന്നു മുന്നേറ്റം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും AMMയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണങ്ങൾക്കുള്ള മറുപടിയായി 2 സ്ത്രീകൾ, അത് തലപ്പത്ത് ശ്വേത മേനോൻ വന്നിരിക്കുന്നു, ജനറൽ സെക്രട്ടറിയായി പിന്തുണയേകാനായി കുക്കു പരമേശ്വരൻ വന്നിരിക്കുന്നു. ഇത് ഈ 2 പേർക്കെതിരെയും ആരോപണങ്ങളും പരാതികളും ഒക്കെ തന്നെ വന്ന ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ കുക്കു പരമേശ്വരനെതിരെ വനിതാ താരങ്ങൾ തന്നെ രംഗത്ത് വരികയും പല ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ശ്വേതയ്ക്കെതിരെ കേസ് വരുന്നു, പരാതി വരുന്നു, അത് പിന്നീട് കോടതി തള്ളുന്നു. ഇത്തരത്തിൽ വലിയ വിവാദങ്ങളും മറ്റും ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പ്, അതിൽ വിവാദങ്ങൾ, ആരോപണങ്ങൾ നേരിട്ട ആ തിരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ശ്വേത മേനോനും കുക്കു പരമേശ്വരനും നേതൃത്വത്തിലേക്ക് വരുന്നത്. അടുത്ത 3 വർഷം മലയാള സിനിമയിലെ താരസംഘടനയെ നയിക്കുക ശ്വേത മേനോനും കുക്കു പരമേശ്വരനും ആയിരിക്കുമെന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ ഇന്നസെന്റ്, മോഹൻലാൽ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വലിയ വലിയ നടന്മാരൊക്കെ അർജുൻ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. തുടക്കത്തിൽ ആദ്യം വരുന്നത് മറ്റേ MG സോമൻ സാർ വരുന്നു, അതിനുശേഷം മധു സാർ വരുന്നു, പിന്നെ ഇങ്ങോട്ട് ദീർഘകാലം ഇന്നസെന്റ് ഇതിന്റെ തലപ്പത്തിരുന്നപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും സെക്രട്ടറിയായി മാറി മാറി ഉണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറിമാരായി. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ മോഹൻലാൽ വന്നപ്പോൾ ഇതേപോലെ തന്നെ വളരെ അടിയുറച്ച പിന്തുണയുമായി അന്ന് ഇടവേള ബാബുവിന് വളരെ ഇത്തരത്തിൽ പ്രവർത്തന പ്രാവീണ്യം. എന്തായാലും AMMയെ തലപ്പത്തേക്ക് വനിത എത്തുകയാണ്. ശ്വേത മേനോൻ വിജയിച്ചിരിക്കുന്നു. ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ വിജയിച്ചിരിക്കുകയാണ്. വനിതകളുടെ നേതൃത്വത്തിൽ ഇനി സിനിമാ സംഘടന നേതൃത്വം മുന്നോട്ടു പോകും. ഇന്ന്